ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം. വൃത്തമായ സുരക്ഷിതത്വം. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ. അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്ത്യരുടെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവയോ? അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ? ആപദ്ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ആക്രമത്തിന്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്നു ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണാനാദത്തോടൊത്ത് അവർ വൃത്തഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക. നിങ്ങളുടെ വിരുന്നും മധുരോത്സവങ്ങളും അവസാനിക്കാറായി. ദൈവമായ കർത്താവ് തൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു. യാക്കോബിന്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ്. അവന്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വീട്ടിൽ 10 പേർ ശേഷിച്ചാലും അവർ മരിക്കും. ശവദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ വീടിൻ്റെ ഉൾമുറിയിലിരിക്കുന്നവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവൻ മറുപടി പറയും, ഇല്ല, നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത്. ഇതാ കർത്താവ് കൽപ്പിക്കുന്നു. മാളികകൾ തകർന്നടിയുന്നു, ചെറിയ വീടുകൾ ധൂളിയാകുന്നു. പാറകളിലൂടെ കുതിര പായുമോ? കടലിൽ കാള പൂട്ടുമോ? നിങ്ങൾ ന്യായത്തെ വിഷമാക്കി കളഞ്ഞു, നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി. നിങ്ങൾ ലോദേബാറിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായിയും അധീനമാക്കിയെന്ന് പറയുകയും ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും. ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങിയ അരാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും.